അല്ലെ ഞാൻ ആലോചിക്കണേ. അയ്യോ ഒന്നും ആലോചിക്കല്ലേ. ഇന്നാള് ഇതുപോലെ ആലോചിച്ചിട്ടേ എന്റെ 2 പവന്റെ വളയാണ് പോയത്. പിന്നെ അതിന്റെ അഡ്രസ് പോലും ഉണ്ടായിട്ടില്ല. ഞാൻ ബാങ്കിൽ സേഫ് ആയിട്ട് വെച്ചേക്കണ്. അതല്ലേ പറയാൻ പോണേ. അതെ, ലാഭക്കച്ചവടത്തിനെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ പൈസ വേണം ഇറക്കാൻ. അല്ലാണ്ട് എന്റെ ഒപ്പം എനിക്ക് തന്ന സ്വർണം വിട്ടിട്ടല്ല. സെബി പൈസ ഇന്ന് വരും നാളെ പോവും, അതറിയോ? പിന്നെ മറ്റന്നാ വരുന്നില്ല, പോയ വഴി അങ്ങോട്ട് പോവല്ലേ. ഞാനത് ഒരിക്കലും മറക്കൂല. ആ പാദസരം കൊണ്ട് കൊതി തീർന്നുണ്ടായിരുന്നു. ചേട്ടനകത്തുണ്ട്. ഞാൻ നിങ്ങളെപ്പോലത്തെ ഒരു പെയിന്റിംഗ് പണിക്കാനായിട്ടൊക്കെ പ്രേമോ എന്ന് പറഞ്ഞാൽ ചേട്ടൻ എന്നെ കൊല്ലും. ഒന്ന് ഇറങ്ങി പൊയ്ക്കേ ഇവിടുന്ന്. ഇപ്പൊ നിനക്ക് പെയിന്റ് പണിക്കാരോട് പുച്ഛം അല്ലേടി? എടി ഈ നൈറ്റ് ഞാൻ നിനക്ക് വാങ്ങിത്തതല്ലേടി? കണ്ട പടത്തുമ്പോ വവ്വാല് തൂങ്ങി ആടുന്ന പോലെ ഞാൻ പെയിന്റ് അടിച്ച് കിട്ടിയ കാശ് കൊണ്ട് ഞാൻ മേടിച്ചത് നൈറ്റി അല്ലേടി ഇത്? നിങ്ങളുടെ വാജ് പഠിക്കാത്ത ഒന്ന് ഇറങ്ങി പൊയ്ക്കേ ഇങ്ങോട്ട്. അയ്യോ വള ഞാൻ വാങ്ങി തന്ന വള, ഞാൻ പുട്ടി ഉരച്ചുണ്ടാക്കിയ കാശ് കൊണ്ട് ഞാൻ വാങ്ങി തന്ന വള. ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? ഒറ്റ ചവിട്ട് വെച്ചേരും. പാൽസരം എന്റെ അമ്മയുടെ അത്തച്ചിട്ടി പിടിച്ച കാശ് കൊണ്ട് ഞാൻ മേടിച്ചെന്ന പാൽസരടി. ഒന്ന് നിർത്താവോ? കല്യാണത്തിന് മുമ്പ് എല്ലാം പറഞ്ഞ് സെറ്റാക്കി നമ്മൾ പിരിഞ്ഞതല്ലേ, പിന്നെ എന്തിനാണോ നിങ്ങൾ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് വന്നത്? പറയടോ. എടേ 3-3.5 വർഷം നീ പപ്സും ജ്യൂസും ഷവർമയും ഷെയ്ക്കും കഴിച്ചപ്പോ ഞാൻ നിനക്ക് ചേട്ടനായിരുന്നു. ഇപ്പൊ ഞാൻ നിനക്ക് എടോ. അതൊക്കെ എന്റെ ഒരു ബാലചാബല്യമായിട്ട് അങ്ങോട്ട് കരുതിയാ മതി. 35 വയസ്സിലാണടി നിനക്ക് ബാലചാബല്യം. കുട്ടികളുടെ കാര്യത്തിൽ ഒരു തീരുമാനം. എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ വേണം സാറേ. എന്താ? എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല. എന്താ? എനിക്ക് വേണം എന്റെ കുഞ്ഞിനെ. എനിക്ക് വേണം എന്റെ കുഞ്ഞിനെ. ഒരു കാര്യം ചെയ്യാം. മൊത്തം എത്ര കുഞ്ഞുങ്ങളുണ്ട്? 3. 2 കുഞ്ഞുങ്ങളെ നിങ്ങൾ എടുത്തോ, ഒരു കുഞ്ഞിനെ നീ. അല്ല സാറേ, ഞാൻ ചോദിക്കട്ടെ, എനിക്കല്ലേ സാറേ അവകാശം? അല്ലല്ലല്ല, നിയമം അനുസരിച്ച് അമ്മയുടെ കൂടെയാണ് കുഞ്ഞുങ്ങൾ. അങ്ങനെ പറഞ്ഞു കൊടുക്കും സാറേ. ആണോ? അങ്ങനെയാണ്, അമ്മയുടെ കൂടെയാണ്. അച്ഛനില്ലെന്നല്ല, അമ്മയുടെ കൂടെയാണ്. കൂടുതൽ അവകാശം അമ്മയ്ക്കാണ്. കൂടുതൽ അവകാശം അമ്മയ്ക്ക്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ ATM കൗണ്ടറിൽ ചെന്നു, എന്റെ ATM കാർഡ് ഇട്ട് എന്റെ പിൻ നമ്പർ കുത്തി, അതിൽ നിന്ന് വരുന്ന പൈസ എനിക്കാണോ അവകാശം? ആ ATM മെഷീനാണോ അവകാശം?